ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു വഴുതനങ്ങ കറി ഉണ്ടാക്കിയാലോ. ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു അരപ്പ് വേണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ, 2 വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം, കുറച്ച് കുരുമുളക്, നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ വെളുത്തുള്ള വല്ലതും ഉണ്ടെങ്കിൽ അര സ്പൂൺ എള്ളും കൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നില്ല, അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുരുമുളകും കൂടി ഇട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ലതായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വഴുതനങ്ങ അത് വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ഇതായിട്ടല്ല, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വഴുതനങ്ങ ഇട്ട് അതിനോടൊപ്പം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ആദ്യമേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വഴുതനങ്ങ ഒരുപാട് ഉടഞ്ഞു പോകത്തൊന്നുമില്ല കറിയിൽ ഇടുന്നുണ്ടേ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച ശേഷം ഞാൻ അതിലേക്കൊരു സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. അതും കൂടി ഇട്ട് ശകലം ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരല്പം കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടരിഞ്ഞ് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. തക്കാളിയൊക്കെ ഒന്ന് വാടി വന്ന ശേഷം അതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അതിലേക്കൊരല്പം മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പില്ലേ, അതും ഇട്ടിട്ട് നമുക്ക് പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വഴുതനങ്ങ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നില്ലേ, വഴുതനങ്ങായി ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളവും കൂടെ എടുത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായതിന് എത്ര ചാറ് വേണോ, ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് ഇടുന്നുണ്ട്. 2 പച്ചമുളക് ഇടുന്നുണ്ട്. നിങ്ങൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ കൂട്ടുന്നതെങ്കിൽ ഒരല്പം പുളി വെള്ളം കൂടെ നിങ്ങൾക്കിപ്പോൾ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പം ചപ്പാത്തിയുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല ഇട്ടുണ്ട്. ഗരം മസാലയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കറിയാവും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ ഒരല്പം മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. മല്ലിയില ഇട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.